إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ثم أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوة المؤمنون أوصيكم بتقوى الله أعوذ بالله من الشيطان الرجيم إن عدة الشهور عند الله 12 شهرا في كتاب الله يوم خلق السماوات والأرض منها 4 حرم ذلك الدين القيم فلا تظلموا فيهن أنفسكم فقاتلوا المشركين كافة كما يقاتلونكم كافة واعلموا أن الله مع المتقين. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, മുത്തഖീങ്ങളായി തഖ്വ ഉള്ളവരായി ജീവിക്കണം എന്ന് വസിയ്യത്ത് ചെയ്യുകയാണ്. നമ്മളൊന്നും അറിയാതെ അല്ലെങ്കിൽ അറിഞ്ഞും വലിയ പരിഗണന കൊടുക്കാതെ ഒരു വർഷം കഴിഞ്ഞിരിക്കുകയാണ്. ഹിജ്റ വർഷം 1446 കഴിഞ്ഞ് 1447 നമ്മൾ പ്രവേശിച്ചു. പുണ്യകരമായ പുണ്യമാക്കപ്പെട്ട മുഹറം മാസത്തിലാണ് നമ്മളിപ്പോഴുള്ളത്. കാലഘട്ടങ്ങൾ അങ്ങനെ മാറി വരും. ഹുവല്ലദീ ജഅല അൽ-ലൈല വൻ-നഹാറ ഖിൽഫത്തൻ ലിമൻ അറാദ അൻ യദ്ദക്കർ ഔ അറാദ ശുകൂറ. അല്ലാഹുവാണ് ആകാശ ഭൂമികളില് രാശി മണ്ഡലങ്ങളെ നിശ്ചയിച്ചത്. 12 രാശി മണ്ഡലങ്ങൾ. അതല്ല പറയുന്നുണ്ട്, വലഖദ് ജഅൽനാ ഫിസ്-സമാഇ ബുറൂജ. ഞാൻ ആകാശത്തില് കുറെ രാശി മണ്ഡലങ്ങൾ, കാലാവസ്ഥ അങ്ങനെ മാറി മാറി മറിഞ്ഞ് അങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതില് സിറാജ്, കത്തിജ്വലിക്കുന്ന ഗ്രഹം സൂര്യൻ അതിലുണ്ട്. ഖമറും മുനീർ, ആ സൂര്യന്റെ പ്രകാശം പ്രതിഫലിപ്പിക്കുന്ന ചന്ദ്രനും അതിലുണ്ട്. ഹുവല്ലദീ ജഅലൽ ലൈല വൻ-നഹാർ, രാത്രിയെയും പകലിനെയും ഖിൽഫത്തൻ, മാറി മാറി അവൻ നിശ്ചയിച്ചിട്ടുണ്ട്. രാത്രിയുണ്ട്, പകലുണ്ട്. അതിലൊക്കെ ലിമൻ അറാദ അൻ യദ്ദക്കർ, നന്നായി ആലോചിക്കുന്നവന് ദൃഷ്ടാന്തങ്ങളുണ്ട് എന്നാ പറയുന്നത്. ഔ അറാദ ശുകൂറ, ദിനരാത്രങ്ങൾ കൊഴിഞ്ഞു പോകുന്നതിൽ ആർക്കെങ്കിലും നന്ദി ചെയ്യാനുണ്ടെങ്കിൽ അതിനുള്ള അവസരമാണ് എന്നാണ് അള്ളാഹു പറയുന്നത്. ഒരു ക്രിസ്ത്യൻ ഈറ, ക്രിസ്തുവർഷം കഴിഞ്ഞു പോകുമ്പോൾ പല കാര്യങ്ങളും നമ്മൾ ചെയ്യാറുണ്ട്.
ബർത്ത്ഡേ ആഘോഷിക്കാറുണ്ട്. അതുപോലെ തന്നെ കേക്ക് മുറിക്കാറുണ്ട്. ന്യൂ ഇയർ ഗിഫ്റ്റ് കൊടുക്കാറുണ്ട്. പടക്കം പൊട്ടിക്കാറുണ്ട്. സർക്കാരിന്റെ മദ്യശാലകളിൽ തന്നെ ധാരാളം മദ്യം ചെലവാക്കാറുണ്ട്. ഇതൊക്കെ നമ്മൾ അറിയുന്നത്. ബുദ്ധിയുള്ളവരും ചിന്തയുള്ളവരും ഒക്കെ ചോദിക്കുന്നു, ജീവിതത്തിൽ നിന്ന് ഒരു വർഷം കൊഴിഞ്ഞു പോകുമ്പോ യഥാർത്ഥത്തിൽ നമ്മൾ ആഘോഷിക്കല്ല വേണ്ടത്, നമ്മൾ ദുഃഖിക്കുകയാണ് വേണ്ടത്. ഒരു വർഷം പിന്നോട്ട് പോകുമ്പോൾ എന്തെല്ലാം ഇവിടെ നടന്നു എന്ന് നമ്മൾ ആലോചിക്കണം. ദുരന്തങ്ങൾ ഉണ്ടായി, വെടിവെപ്പുകൾ ഉണ്ടായി, സ്വന്തം മകൻ കുറെ ആളുകളെ കുത്തിക്കൊന്നു, ഭാര്യമാര് കുറെ ഭർത്താക്കന്മാരെ വെട്ടി കൊലപ്പെടുത്തി, ഭർത്താക്കന്മാര് കുറെ ഭാര്യമാരെ വെട്ടി കൊലപ്പെടുത്തി, കുറെ ആളുകള് അസുഖം പിടിച്ചു, കുറെ ആളുകളുടെ പല ഓർഗൻസും നഷ്ടപ്പെട്ടു. ഇതിലൊന്നും ഒരാളാവാതെ നമ്മൾ ഇന്നും നന്നായി ജീവിക്കുന്നു എന്നത് തന്നെ അള്ളാഹുവിനെ ശുക്ർ ചെയ്യാനുള്ള ഏറ്റവും വലിയ ഒരു സന്ദർഭമാണ് എന്നാണ് അള്ളാഹ് പറയുന്നത്. ലിമൻ അറാദ അയ്യദ്ദക്കർ ഔ അറാദ ശുക്കൂറ, നന്ദി കാണിക്കാൻ. അതുകൊണ്ട് ഓരോ വർഷവും കഴിഞ്ഞു പോകുമ്പോ ബുദ്ധിയുള്ള ചിന്തയുള്ള മനുഷ്യൻ, മൃഗങ്ങൾ എന്തോ കാട്ടട്ടെ, മനുഷ്യൻ ചെയ്യേണ്ടത് അള്ളാഹുവിന് നന്ദി ചെയ്യുക എന്നതിലേക്കാണ് എത്തേണ്ടത്. പുതിയൊരു വർഷമാണ് ഹിജ്റ വർഷം. നമുക്കറിയാം, നമ്മുടെ ലോകത്ത് പല രൂപത്തിലുള്ള കലണ്ടറുകളുമുണ്ട്, വർഷങ്ങളുമുണ്ട്. ഹിജ്റ വർഷമുണ്ട്, മലയാള വർഷമുണ്ട്, അതുപോലെ തന്നെ ക്രിസ്തു വർഷമുണ്ട്, ശകവർഷമുണ്ട്. അങ്ങനെ കുറെ വർഷങ്ങൾ പല രൂപത്തിലും നമ്മുടെ നാട്ടിലുണ്ട്. ഹിജ്റ വർഷം കണക്കാക്കപ്പെടുന്നത് ചന്ദ്രവർഷമായിട്ടാണ്. ചന്ദ്രൻ ഭൂമിയെ ചുറ്റുന്ന കണക്കനുസരിച്ചാണ്. എന്നാൽ ക്രിസ്തു വർഷം ഇംഗ്ലീഷ് തീയതി കണക്കാക്കുന്നത് ഭൂമി സൂര്യനെ ചുറ്റുന്നതിനനുസരിച്ചാണ്. ഭൂമി അതിന്റെ സാങ്കല്പികമായിട്ടുള്ള സ്വയം അച്ചുതണ്ടിൽ കറങ്ങാൻ 24 മണിക്കൂർ സമയമെടുക്കും. എന്നാൽ അത് ഗാലക്സിയിലെ ഭ്രമണ പഥത്തിൽ കറങ്ങാൻ 365 പിന്നെ ഒരു 5 ചില്ല മണിക്കൂറുകളും എടുക്കുന്നു എന്നതാണ് കണക്ക്. കുട്ടികളെ നമ്മൾ പഠിപ്പിക്കും 365.25. എന്നാൽ ചന്ദ്രവർഷം ഓരോ മാസവും ക്രിസ്തു വർഷത്തേക്കാൾ 11 12 11 കൂടുതൽ ആളുകളും പറഞ്ഞിട്ടുള്ളത്. അതാണ് എന്റെ ശരിയായ കണക്ക്. 11 ദിവസം വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും. അത് 30 ഉണ്ടാവുക, ചില മാസം 29 ഉണ്ടാവും. മാസം കാണുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് അത് കണക്കാക്കുക. സൂമു ലിറുയതിഹി വഅഫ്തിറു ലിറുയതിഹി, കൃത്യമായൊരു കണക്കാണ്. ഒരു സംശയത്തിനും കൊണ്ടതില്ല. നിങ്ങൾ കണ്ടാൽ നോമ്പ് നോറ്റോളൂ, അത് കണ്ടാൽ നിങ്ങൾ നോമ്പ് മുറിക്കുകയും ചെയ്തോളൂ എന്ന് പറഞ്ഞാൽ നോമ്പ് അവസാനിപ്പിക്കുകയും ചെയ്തോളൂ എന്ന്. ഇനി വൈൻ ഉമ്മ അലൈക്കും, ചന്ദ്രനെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഫഅക്മിലുൽ ഇദ്ദത 30 യൗമ, നിങ്ങൾ അതിന്റെ എണ്ണം 30 പരിമിതപ്പെടുത്തണം. 29 മാസം കണ്ടിട്ടില്ലെങ്കിൽ 30 പൂർത്തിയാക്കണം. ഇതാണ്
ചന്ദ്രവർഷത്തിന്റെ പ്രത്യേകത. സൂര്യവർഷം എന്ന് പറയുന്നത് ഫിക്സ്ഡ് ആണ്. നമുക്കറിയാം, അത് പലതും പല രൂപത്തിലാണ്. സെപ്റ്റംബർ, ഏപ്രിൽ, ജൂൺ, നവംബർ ഈ മാസങ്ങൾ എടുത്തു നോക്കിയാൽ അതിൽ 30 ദിവസമേ ഉണ്ടാവുകയുള്ളൂ. ബാക്കിയുള്ളതിലൊക്കെ 31 ദിവസം ഉണ്ടാവും. ഫെബ്രുവരിയിൽ 28 ദിവസമാണ് ഉണ്ടാവുക. 365 4 കാലാകുമ്പോ ഒരു ദിവസമായി, നല്ല പണിയാണ്, ഒരു ദിവസമായിട്ട് പരിഗണിക്കണം. അതിന് നമ്മൾ അധിവർഷം എന്ന് പേര് പറയും. അധിവർഷത്തില് ഫെബ്രുവരിക്ക് 29 ദിവസമുണ്ടാകും. എന്നാൽ 365 ദിവസം വരുമ്പോ ഒരു 11 ദിവസത്തെ വ്യത്യാസമുണ്ടാകും. അതൊക്കെ കൃത്യമായിട്ട് പരിശുദ്ധ ഖുർആനിൽ വിവരിക്കണം. ഒരു ശാസ്ത്രവും പഠിക്കേണ്ട ആവശ്യമില്ല. അത് പരിശുദ്ധ ഖുർആൻ വ്യക്തമായിട്ട് ഈ എണ്ണങ്ങളും കണക്കുകളും ഒക്കെ നമ്മളെ പഠിപ്പിക്കുന്നു. അൽ കഹ്ഫില് ഇന്നും നിങ്ങൾ ഓതിയിട്ടുണ്ടാവും. അസ്ഹാബുൽ കഹ്ഫ് എത്ര ദിവസം ഗുഹായിൽ വിശ്രമിച്ചു എന്ന് ഖുർആൻ പറയുന്നുണ്ട്. അവരുടെ എണ്ണത്തിൽ തർക്കമുണ്ട്. എത്ര കാലം അവർ ആ ഗുഹയിൽ കഴിഞ്ഞു? ഖുർആൻ പറയുന്നുണ്ട്, വലബിസു ഫീ കഹ്ഫിഹിം 300 സിനീൻ. അവര് ആ ഗുഹയിൽ താമസിച്ചു. 300, എല്ലാവർക്കും അറിയാം, 300 വർഷം. 300 സിനീൻ, 300 വർഷം താമസിച്ചു. വസ്ദാദു 9, ഒരു 9 വർഷം അവര് അധികം പറഞ്ഞു. എത്ര കൃത്യം എന്നറിയാം. ഏതാണ് 9 വർഷം എന്ന് പറയുന്നത്? സൂര്യവർഷപ്രകാരം അവര് കടന്നത് 300 വർഷമാണെങ്കിൽ ഓരോ ദിവസം 11 വെച്ച് കൂട്ടിയാൽ, ഓരോ വർഷം 11 കൂട്ടിയാൽ ചന്ദ്രവർഷപ്രകാരം അവർ ആ ഗുഹയിൽ താമസിച്ചത് 309 വർഷമാണ്. 9 ദിവസം അവർ കൂട്ടിപ്പറഞ്ഞു എന്ന് പറയാൻ കാര്യം. ഇത് അനുസരിച്ചാണ് നമ്മൾ ഹിജ്റ കലണ്ടറുകൾ രേഖപ്പെടുത്തുന്നത്. ഹിജ്റ കലണ്ടർ ഉണ്ടായത് തന്നെ ഹിജ്റ 17ാമത്തെ വർഷത്തിലാണ്. ഹിജ്റ കഴിഞ്ഞ അന്ന് മുതൽ കലണ്ടർ ഉണ്ടായിട്ടില്ല. ആദ്യ കാലഘട്ടത്തിലൊക്കെ അവരൊക്കെ ദിവസങ്ങൾ കണക്കാക്കിയിരുന്നത് ഓരോ സംഭവങ്ങൾ പറഞ്ഞിട്ടാണ്. നമുക്കറിയാം, നമ്മളൊക്കെ ചെറുപ്പത്തിൽ മദ്രസയിൽ പഠിക്കുമ്പോ നബിയുടെ ജനന തീയതി പഠിക്കല് ആനക്കലഹ സംഭവം കഴിഞ്ഞ് ഇത്ര ദിവസം കഴിഞ്ഞിട്ടാണ് നബി ജനിച്ചത് എന്നാണ്. അത് അന്നത്തെ ഒരു സംഭവമാണ്. ആനക്കലഹ അന്നുണ്ടായ യമനിലെ രാജാവ് അബ്രഹത്ത് കഅബ പൊളിക്കാൻ വേണ്ടി വന്നു. കഅബ പൊളിക്കാൻ വേണ്ടി വന്നപ്പോ അവിടെ ഒരു മുഅ്ജിസത്ത് പ്രകടമായി. ചെറിയ ചെറിയ പക്ഷികള് ചൂടുള്ള കല്ലുകൾ കൊണ്ട് അവരെ എറിഞ്ഞു വീഴ്ത്തി കൊലപ്പെടുത്തി എന്നാണ്. ആനയെയും അബ്രഹത്തിനെയൊക്കെ തകർത്ത് പറഞ്ഞയച്ചു. ആ സംഭവം ഖുറൈശികൾക്കിടെ അറിയപ്പെട്ട സംഭവമാണ്. അതിനവർ പറഞ്ഞു, അസ്ഹാബുൽ ഫീൽ, ഖിസ്സത്തു അസ്ഹാബിൽ ഫീൽ, ആമുൽ ഫീൽ എന്നാണ്. അത് നടന്ന വർഷത്തിന് പറയാം ആമുൽ ഫീൽ എന്നാണ്. ആനക്കലഹ സംഭവം. അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ അലം യജ്അൽ കൈദഹും ഫീ തദ്ലീൽ. അങ്ങനെ വഅർസല അലൈഹിം ത്വയ്റൻ അബാബീൽ, അവരുടെ കുതന്ത്രങ്ങളൊക്കെ പൊളിച്ചു കളഞ്ഞു. കൂട്ടക്കൂട്ടമായി പക്ഷികളെ അയച്ചു. അങ്ങനെ തിർമീഹിം ബിഹിജാറത്തിൻ മിൻ സിജ്ജീൽ, നല്ല ചൂടുള്ള കല്ലുകൾ കൊണ്ട് അവരെ എറിഞ്ഞു. അങ്ങനെ ആ മനുഷ്യരെ മുഴുവൻ ഫജഅലഹും കഅസ്ഫിൻ മഅകൂൽ, തിന്നപ്പെട്ട ചതച്ചരച്ച ചാണകം പോലെയുള്ള ചണ്ടിയാക്കി, ചാണകച്ചണ്ടിയാക്കി മാറ്റി എന്നാ ഖുർആൻ പറയുന്നത്. അപ്പൊ അതൊരു സംഭവം. അപ്പൊ അതുപോലുള്ള സംഭവങ്ങളാണ് അവർ പറയുക.
അല്ലെങ്കിൽ ആമുൽ ഹുസ്ൻ. പിന്നെ ഒരു സംഭവം ഉണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയായ ഖദീജ ബീബി മരിച്ചു. ആ വർഷം തന്നെ അബൂ ത്വാലിബും മരിച്ചു. നബിക്ക് ഏറ്റവും സംരക്ഷണം നൽകിയിരുന്ന അബൂ ത്വാലിബ്. അതിന് ആമുൽ ഹുസ്ൻ എന്നാണ് പ്രവാചകൻ തന്നെ പേരിട്ടത്. ദുഃഖത്തിന്റെ വർഷം. പ്രവാചകന് വേണ്ടപ്പെട്ട രണ്ടാളുകൾ, പ്രിയപത്നിയും ശത്രുപക്ഷത്തായിട്ട് പോലും എല്ലാ സംരക്ഷണവും നൽകിയിരുന്ന മൂത്താപ്പ അബൂ ത്വാലിബും മരണപ്പെട്ടു. അപ്പൊ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വെച്ചിട്ടായിരുന്നു അവര് അന്ന് തീയതികൾ കണക്കാക്കിയിരുന്നത് എന്ന്. ഇപ്പോ അത് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും. ഇപ്പൊ നമ്മളൊക്കെ സംസാരത്തിൽ പറയാറുണ്ട് കൊറോണ കഴിഞ്ഞിട്ട് ഇത്ര വർഷമായി, കൊറോണക്ക് മുമ്പ്, കൊറോണക്ക് ശേഷം നമ്മൾ പറയാറുണ്ട്. അങ്ങനെയാണ് സംഭവങ്ങൾ ഉണ്ടാവും. പക്ഷെ നമുക്കിവിടെ ഇത് ഉണ്ടാകുകൊണ്ട് അതാരും അത്ര കാര്യമായിട്ട് എടുക്കൂല. ഇങ്ങനെ പറഞ്ഞിരുന്നു എന്നാണ്. അങ്ങനെയാണ് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടം വരെ അങ്ങനെ പോയതാണ്. അപ്പോഴേക്ക് ഹിജറ 13 ആയിട്ടുണ്ട്. അതുപോലെ അവരങ്ങനെ തീരുമാനിച്ചു. ഉമർ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ ഭരണകൂടമൊക്കെ ഒന്ന് വികസിച്ചു. പല സ്ഥലത്തേക്കും വാലികളെ എന്ന് പറഞ്ഞാൽ ഗവർണറുകളെ, ആമില് എന്നും പറയും, ഗവർണറുകളെ നിശ്ചയിച്ചു. ഓരോ രാജ്യത്ത് നമുക്കറിയാലോ, എന്നും പേപ്പറിൽ ഉണ്ടാവില്ലേ ഗവർണർമാരെ കഥ. ഓരോ ഗവർണർമാരെ നിശ്ചയിച്ചു. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹുവിനെ ഇറാഖിലേക്ക് അയക്കാൻ, ഇറാഖിലെ ബസ്ര എന്ന് പറയുന്ന പ്രധാനപ്പെട്ട സ്ഥലത്ത് ഗവർണറാക്കാൻ. പിന്നെ മദീനത്ത് നിന്ന് ഓർഡറുകൾ ചെല്ലും. ഇത്ര കിണർ കുഴിക്കണം, ഇന്ന തോട് വെട്ടണം, ഇന്ന സ്ഥലത്ത് കോട്ട കെട്ടണം. അപ്പൊ ഓരോ നിർദ്ദേശങ്ങൾ ഇവിടുന്ന് ചെല്ലുമ്പോ അതങ്ങനെ ഒതുക്കി വെക്കും. കൂടുതൽ നിർദ്ദേശങ്ങളായപ്പോ അബൂ മൂസൽ അശ്അരിക്ക് കൺഫ്യൂഷൻ ആവുക. എന്ത് ചെയ്യണം, ഏതാണ് ആദ്യം വന്നത്, ഏതാണ് അവസാനം വന്നത്, ഏതിനാണ് പ്രിയോറിറ്റി കൊടുക്കേണ്ടത്, ഏതാണ് നീട്ടിവെക്കേണ്ടത്, ഇങ്ങനെ ഒരു വലിയ കൺഫ്യൂഷനിൽ പെടുകയാണ് അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു. അപ്പോഴാണ് അദ്ദേഹം മദീനയിലേക്ക് ഒരു കത്ത് എഴുതുന്നത്. നമുക്ക് തീയതി അറിയാൻ എന്തെങ്കിലും ഒരു സംഗതി ഉണ്ടായേ പറ്റൂ. അപ്പൊ മദീനത്ത് ഉമർ റളിയല്ലാഹു അൻഹു ആളുകളൊക്കെ ഒരുമിച്ച് കൂട്ടി. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഉണ്ട്, അലി റളിയല്ലാഹു അൻഹു ഉണ്ട്, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഉണ്ട്. ഇവരൊക്കെ കൂടി ഇങ്ങനെ കൂടി ആലോചിക്കാം, നമുക്കൊരു തീയതി കണ്ടെത്തണം. എപ്പോ മുതൽ തുടങ്ങണം, എങ്ങനെ തുടങ്ങണം, എന്നു മുതൽ തുടങ്ങണം. ചിലർ പറഞ്ഞു നമുക്ക് നബിയുടെ മീലാദുൻ നബി, നബി ജനിച്ച ദിവസം പരിഗണിച്ചുകൊണ്ട് അന്ന് നമുക്ക് നടത്താം. ചിലര് പറഞ്ഞു റബീഉൽ അവ്വൽ, നബി ഹിജ്റ പോയിട്ടുണ്ട് റബീഉൽ അവ്വലിൽ, അതുകൊണ്ട് അത് പരിഗണിച്ചുകൊണ്ട് നടത്താം. ചിലര് പറഞ്ഞു നബിയുടെ ബിഅസത്ത്, നബി ആയത് 40-ാമത്തെ വയസ്സിൽ, അപ്പൊ നബി ആയത് നമുക്ക് പരിഗണിക്കാം. അതൊക്കെ വന്നപ്പോ കൂട്ടത്തിൽ ചർച്ച ചെയ്താൽ പിന്നെ ഒരു ഡെസിഷനിൽ അവരെത്തണം. ആ തീരുമാനമായിരുന്നു നമുക്ക് ഹിജ്റ തീരുമാനിക്കാം. അതാണ് സത്യവും അസത്യവും വേർതിരിച്ചതാണ് ഹിജ്റ. സത്യത്തിന്റെ വക്താക്കളൊക്കെ മദീനയിലേക്ക് പോയതാണ് ഹിജ്റ. അതുകൊണ്ട് ഇസ്ലാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്, സംഭവമാണ് ഹിജ്റ. നമുക്കന്ന് അപ്പോഴേക്ക് ഉമർ റളിയല്ലാഹുവിന്റെ ഭരണകാലം 3-4 വർഷം കഴിഞ്ഞിട്ടുണ്ട്. ഹിജ്റ വർഷം 17 ആയിട്ടുണ്ട് ഏറെക്കുറെ. അങ്ങനെയാണ് തീരുമാനമുണ്ടാക്കുന്നത്. പിന്നെ തർക്കമായി ഏത് മാസം ആദ്യം തുടങ്ങണം. നിങ്ങൾക്കറിയോ ജാഹിലിയ കാലഘട്ടത്തിൽ മുതൽ ഈ പേരുകളുണ്ട് എന്നുള്ളത്. ഇത് അവർക്ക് നിശ്ചയിച്ചു കൊടുത്തതാണ്. അറബികൾ പഴയ കാലം മുതൽ തന്നെ പറയുന്ന പേരുകളാണ് മുഹറം, സഫർ, റബീഉൽ അവ്വൽ, റബീഉൽ ആഖിർ തുടങ്ങിയിട്ടുള്ള 12 മാസം. അത് ഓരോ കാലാവസ്ഥക്കനുസരിച്ച് നിശ്ചയിക്കപ്പെട്ടതാണ്. മുഹറം എന്ന് പറഞ്ഞാൽ ഹറാമാക്കപ്പെട്ടത് എന്നാണ്. അന്ന് യുദ്ധം ചെയ്യൽ ഹറാമാണ്. ആ കാലഘട്ടത്തിൽ ആലോചിച്ച് നോക്കണം, അവർ യുദ്ധം ചെയ്യൂല. മുഹറം കഴിഞ്ഞാൽ പിന്നെ സഫറാണ്. സഫർ എന്ന് പറഞ്ഞാൽ ഒഴിഞ്ഞുപോയി എന്നാണ് അർത്ഥം. സിഫർ കേട്ടില്ലേ? സിഫർ എന്ന് പറഞ്ഞാൽ 0, സിഫറാൻ. വീടുകളിൽ നിന്ന് മുഹറം കഴിഞ്ഞാൽ വീടുകളിൽ നിന്ന് ആളുകളൊക്കെ യുദ്ധത്തിന് വേണ്ടി ഒഴിഞ്ഞു പോകും.
അല്ലെങ്കിൽ ശത്രുക്കളുടെ വീട്ടിൽ നിന്ന് ശത്രുക്കളെ ആട്ടിപ്പായിപ്പിക്കും, വീടുകളൊക്കെ ഒഴിവാകും. അതാണ് സഫർ എന്ന് പറഞ്ഞാൽ. റബീഉൽ അവ്വൽ എന്ന് പറഞ്ഞാൽ, റബീഅ എന്ന് പറഞ്ഞാൽ വസന്തകാലം എന്നാണ് അർത്ഥം, നല്ല കുളിരുള്ള കാലം. അപ്പൊ റബീഅ 2 മാസം നീണ്ടു നിൽക്കും. ഒന്നാമത്തത് റബീഉൽ അവ്വൽ എന്ന് കൊടുത്തു, രണ്ടാമത്തത് റബീഉൽ സാനി എന്ന് കൊടുത്തു. അതാണ് റബീഉൽ അവ്വലും റബീഉൽ ആഖിർ. റബീഉൽ അവ്വൽ എന്നും പറയാം, റബീഉൽ സാനി എന്നും പറയാം. പിന്നെ ജുമാദ അൽ ഊല. ജുമാദ എന്ന് പറഞ്ഞാൽ കാലാവസ്ഥ തണുത്തുറക്കുന്ന കാലം. റബീഅ നല്ല കാലഘട്ടമാണ്, വസന്തകാലം എന്ന് പറഞ്ഞാൽ നല്ല കാലഘട്ടമാണ്. ജുമാദ എന്ന് പറഞ്ഞാൽ മഞ്ഞ് വീണ് ആകെ തണുത്ത് മരവിക്കുക എന്നാണ് അർത്ഥം. ജമാദാണ്, ഒക്കെ നിർജീവമാകും, പുറത്തേക്ക് ഇറങ്ങാൻ കഴിയില്ല. അതും ഒരു 60 ദിവസം അങ്ങനെയും പോകും. ആ 1-ാമത്തെ ദിവസത്തിന് ജുമാദ അൽ അവ്വൽ അല്ലെങ്കിൽ അൽ ഊല. മറ്റതിന് ജുമാദ അസ്സാനിയ അല്ലെങ്കിൽ ജുമാദ അൽ ഉഖ്റ അല്ലെങ്കിൽ ആഖിറ എന്നും അവർ പേര് കൊടുത്തു. 2 മാസം അങ്ങനെ. അത് കഴിഞ്ഞാൽ പിന്നെ റജബ് എന്നാണ്. റജബ് മുളർ എന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിനെ പരിചയപ്പെടുത്തി. റജബ് മാസം. റജബ് എന്ന് പറഞ്ഞാൽ തഅലീം, ഏറ്റവും കൂടുതൽ ആദരവ് കൊടുക്കുന്ന മാസം എന്ന റജബ് മാസത്തെ കുറിച്ച് പറയാം. തർജീബാണ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ആദരവ് കൊടുക്കുക. അന്ന് യുദ്ധം ചെയ്യാൻ പാടില്ല. ആ ദിവസത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ആ മാസത്തിന് ആർക്കെങ്കിലും ഉംറക്ക് പോകണമെങ്കിൽ ഉംറക്ക് പോകാം, തിരിച്ചു വരാം. നിർഭയരാണ്, ആരും ആരെയും ആക്രമിക്കില്ല, കൊല്ലില്ല. അതുകൊണ്ടാണ് ബഹുമാനമുള്ള മാസം എന്ന നിലക്ക് റജബ് മാസം എന്ന് പറഞ്ഞത്. അത് മുളർ ഗോത്രക്കാര് ആ കാലഘട്ടത്തിലും അന്ന് അങ്ങനെ തന്നെ ആഘോഷിച്ചിരുന്നു എന്നാണ്, അങ്ങനെ തന്നെ വിശ്വസിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു എന്നാണ്. എന്നാൽ അന്നത്തെ പ്രധാനപ്പെട്ട 2 ഗോത്രമാണ് മുളർ ഗോത്രവും റബീഅ ഗോത്രവും. ഈ റബീഅ ഗോത്രക്കാർ ചിലപ്പോഴൊക്കെ ഈ മാസത്തെ അഡ്ജസ്റ്റ്മെന്റ് നടത്തും. അത് ഖുർആനിൽ പറയുന്നു, സൂറത്ത് തൗബയിൽ ഞാൻ ഓതി കേൾപ്പിച്ച ആയത്തിന്റെ തൊട്ടടുത്തതാണ്. അവർ അഡ്ജസ്റ്റ്മെന്റുകൾ നടത്തും. അതുകൊണ്ട് റബീഅ സ്വീകരിക്കുന്ന റജബ് അല്ല, മുളറിന്റെ റജബാണ് എന്ന് പ്രത്യേകം കിതാബിലും പണ്ഡിതന്മാരുടെ ഉദ്ധരണികളിലും ഹദീസിലും അങ്ങനെ പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ ശഅബാനാണ്. യുദ്ധം കഴിഞ്ഞാൽ പിന്നെ ശഅബുകളായി, ഗോത്രങ്ങളായി ഓരോരുത്തർ പിരിയും, യുദ്ധങ്ങൾ നടക്കും, വീണ്ടും നടക്കും. അതാണ് ശഅബാൻ എന്ന് പറയുന്നത്. പിന്നെ റമദാനാണ്. റമദാൻ എന്ന് പറഞ്ഞാൽ അത്യുഷ്ണമുള്ളത്. അത്യുഷ്ണമുള്ള കാലത്താണ് ഏറ്റവും കൂടുതൽ ചൂട് വരുമ്പോ ചൂട് കൊണ്ട് കുടല് കരിഞ്ഞു പോകാൻ മാത്രമാകുന്നതാണ്. അതാണ് റമദാൻ എന്ന് പറഞ്ഞാൽ കരിക്കുക എന്നർത്ഥമാണ്. അപ്പൊ റമദാനായി. പിന്നെ ശവ്വാലാണ്. ശവ്വാല് വരൾച്ച കാലഘട്ടമാണ്. ശവ്വാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അറബി നാട്ടിൽ പോയവർക്കറിയാം. ഷേവൽ എന്ന് പറയും. ചേവല് നമ്മൾ ചേവലും പെട്ടെന്ന് നമുക്കറിയുള്ളൂ. നമ്മള് നാടന്മാര് ചേവല് അറിയും. ചേവലല്ല, എയർപോർട്ടിലൊക്കെ ഉണ്ടാകുമ്പോ ഒരു ലിഫ്റ്റ്, ഈ സാധനങ്ങളൊക്കെ അങ്ങനെ കോരിക്കൊണ്ടുപോയിട്ട് ഇങ്ങനെ ഉയർത്തിക്കൊണ്ടുപോകും. ഒരു ലിഫ്റ്റിൽ വെച്ചിട്ട് ഇങ്ങനെ ഉയർത്തിക്കൊണ്ടുപോകും. അതിനാണ് പിന്നെ ഷേവൽ അല്ലെങ്കിൽ ശവ്വാൽ എന്ന് പറയാം. ഉയർത്തുന്നത്. വരൾച്ച കാരണം ഒട്ടകത്തിന് പാലുണ്ടാവില്ല, തിന്നാൻ കിട്ടാഞ്ഞിട്ട്. പാലില്ലാത്ത ഒട്ടകത്തിന്റെ പ്രത്യേക അത് വാലുയർത്തി നടക്കും എന്നതാണ്. ഇതൊക്കെ പഠിക്കാൻ ഒരു രസകരമാണ്. പാലില്ലാത്ത ഒട്ടകം വാലുയർത്തി ഇങ്ങനെ നടക്കും. അതാണ് ശവ്വാൽ. വാലുയർത്തി നടക്കും. ആ മാസമാണ് ശവ്വാൽ. അത് കഴിഞ്ഞ പിന്നെ ഇരുത്തം വന്നു. ദുൽഖഅദ. ഖഅദ അറിയാലോ, മഖ്അദ്, സീറ്റ്, അവിടെ ഇരിക്കും. ഖുഊദ്, ദുൽഖഅദ, അവിടെ ഇരിക്കും അവരൊക്കെ എന്ന് പറഞ്ഞാൽ യുദ്ധത്തിന് പോകാൻ പാടില്ല. അതുപോലെ ദുൽഹജ്ജ്, ഹജ്ജിന്റെ മാസം. ഇങ്ങനെയാണ് ഇതിനൊക്കെ പേര് വന്നത്. അപ്പൊ ഓരോ മാസത്തിനും പ്രത്യേകതയുണ്ട്. അത് മുമ്പ് മുതൽക്കുണ്ട് എന്നാ പറയുന്നത്. ഈ മാസങ്ങളിലൊക്കെ പേര് മുമ്പ് മുതലുണ്ട്. പിന്നെയാണ് തർക്കം വന്നത്, ഏത് മാസം തെരഞ്ഞെടുക്കണം. ചിലർ പറഞ്ഞു നമുക്ക് റബീഉൽ അവ്വൽ 1-ാമത്തെ മാസമാക്കി തെരഞ്ഞെടുക്കാം, അന്നാണല്ലോ നബീന്റെ ഹിജ്റ. അങ്ങനെ ഓരോ അഭിപ്രായങ്ങൾ ഓരോരുത്തരും പറഞ്ഞു. അവസാനം ഏറ്റവും നല്ലൊരു മാസമാവട്ടെ എന്ന് കരുതിയിട്ട് മുഹറം മാസത്തെ, ഷഹറുല്ലാഹ് എന്ന് അള്ളാഹുവിന്റെ റസൂൽ വിശേഷിപ്പിച്ച മുഹറം മാസത്തെ 1-ാമത്തെ മാസമാക്കി തെരഞ്ഞെടുക്കാൻ, ദുൽഹജ്ജിനെ അവസാനത്തെ മാസമാക്കിയിട്ടും തെരഞ്ഞെടുത്തു. 2 പവിത്രമായ മാസങ്ങൾ, ആദ്യവും അവസാനവും. അത് ഖുർആൻ സൂറത്ത് തൗബയിൽ പറയുന്നു. ഇന്ന ഇദ്ദത്ത ശുഹൂരി ഇൻദല്ലാഹ്, അല്ലാഹുവിന്റെ അടുത്ത് മാസങ്ങളുടെ എണ്ണം 12 വർഷമാകുന്നു.
ഫീ കിതാബില്ലാഹ്, അത് അല്ലാഹു രേഖപ്പെടുത്തിയതാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഉത്ഭവം പടച്ച തമ്പുരാൻ ആരെയോ അറിയിച്ച് എങ്ങനെയോ നടന്നു എന്ന് മാത്രം. അവർ കണ്ടെത്തിയ പേരുകളൊക്കെ അല്ലാഹു നിശ്ചയിച്ചതാണ്. മിൻഹാ അർബഅത്തുൻ ഹുറും, അതിൽ 4 മാസം വളരെ പവിത്രമാണ് എന്ന് പറഞ്ഞാൽ അവിടെ യുദ്ധം ചെയ്യാൻ പാടില്ല. 4 മാസം യുദ്ധം ചെയ്യാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് വിശദീകരണം പറഞ്ഞു. സലാസത്തുൻ സർദ് വവാഹിദുൻ ഫർദ്, 3 ഒന്നിച്ചും 1 ഒറ്റക്കും. ഒറ്റക്കുള്ളത് ഏതാണ്? അത് മുഹറബിന്റെ റജബ് മാസമാണ്. ഒന്നിച്ചുള്ളത് ഏതാണ്? ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം, 3 മാസം. ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം, യുദ്ധം പാടില്ല. റജബ്, റജബ് മാസം. ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം എന്നതിന്റെ പ്രത്യേകത അത് ഹജ്ജിന്റെ മാസമാണ് എന്നുള്ളതാണ്. ഹജ്ജിന്റെ മാസമാണ്. എന്തിനാ അന്ന് യുദ്ധം ഹറാമാക്കിയത്? സ്വസ്ഥമായിട്ട് എല്ലാ രാജ്യത്തു നിന്നും ആളുകൾക്ക് ഹജ്ജ് ചെയ്ത് മടങ്ങാനുള്ള സൗകര്യം കിട്ടണം, അതിനു വേണ്ടിയിട്ടാണ്. പിന്നെ 1 വേറെയാണ്, റജബാണ്. ഈ റജബിന് എന്തിനെ വേറെ ആക്കിയത്? എപ്പോഴെങ്കിലും ആർക്കെങ്കിലും ഉംറക്ക് വരാൻ തോന്നിയാൽ ആ സമയത്ത് സ്വസ്ഥമായിട്ട് ഉംറക്ക് വരാൻ പറ്റിയ ഒരു സമയമാണ് റജബ്, റജബ് മുളർ. അങ്ങനെയാണ് നിശ്ചയിച്ചത്. 3 തുടർച്ചയായിട്ട് ഹജ്ജ് സൗകര്യത്തിനും 1 ഉംറ സൗകര്യത്തിനും നിശ്ചയിച്ചു. മിൻഹാ അർബഅത്തുൻ ഹുറും ദാലിക ദീനുൽ ഖയ്യിം, അതാണ് ശരിയായ ഒരു മതത്തിന്റെ കാഴ്ചപ്പാട്. അപ്പൊ ആ സമയത്തിലെ മുഹറമാണ് നിശ്ചയിച്ചത് എന്നാണ്. അപ്പൊ മുഹറം ഇത് തുടങ്ങുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഹിജറയുടെ 16ാമത്തെ വർഷമാണ്. അന്ന് മുതലാണ് ഒരു ഡേറ്റ്, ഒരു താരീഖ് നിശ്ചയിക്കാൻ തുടങ്ങിയത്. ഇത് നമുക്ക് ആവശ്യമാണ്. അറബി മാസത്തിലെ എല്ലാ കാര്യങ്ങളും നമുക്കത് അറിയില്ല. നമ്മൾ പലപ്പോഴും ഇംഗ്ലീഷ് ആശ്രയിക്കുക ചെയ്യാം. പിന്നെ വേറെ പഞ്ചാംഗം എന്നൊരു സാധനമുണ്ട്, അതൊക്കെയാണ് നമ്മൾ ആശ്രയിക്കാറുള്ളത്. അപ്പൊ മുഹറം, സഫർ, റബീഉൽ, ഇതാണ് എല്ലാറ്റിലും. ഇനിയിപ്പോ യൗമ് ആസുആ, താസുആ, ആശൂറാ, താസുആ. ആശൂറ എന്ന് പറഞ്ഞ 10 ദുൽഹിജ്ജ്, പിന്നെ മുഹറം 10-നാണ് പറയാ. താസുആ ദുൽഹിജ്ജ്, പിന്നെ മുഹറം 9-നാണ് പറയാ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ സൂചിപ്പിച്ച യൗമു തർവിയ, യൗമു അറഫ, അതുപോലെ യൗമുൽ ഖർ, അയ്യാമുൽ തശ്രീഖ്, യൗമു അറഫ, ഇതൊക്കെ നിശ്ചയിക്കപ്പെടുന്നത് അറബി മാസങ്ങൾ നിശ്ചയിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്, നമുക്കൊക്കെ അറബി മാസങ്ങളെ കുറിച്ച് ഒരു താല്പര്യം ഉണ്ടാവണം, അത് ഉപയോഗിക്കാൻ നമ്മൾ പഠിക്കണം എന്നാണ്. ഇത് പഠിക്കാനുള്ള ഏറ്റവും നല്ല അവസരമാണ്. തുടങ്ങുകയാണ് 1447 ഹിജറ വർഷത്തിലേക്ക് കടന്നിട്ടുണ്ട് നമ്മളാണ്. അതുകൊണ്ട് ഈ മാസങ്ങൾ, പ്രത്യേകിച്ച് ഇന്ന് നമ്മൾ ഉള്ളത് മുഹറം മാസത്തിലാണ്. ദുൽഖഅദ കഴിഞ്ഞു, ദുൽഹിജ്ജ കഴിഞ്ഞു, മുഹറം മാസമായി. ആലോചിച്ചു, നല്ല നല്ല നാമങ്ങളാണ്. ഇനി നിങ്ങൾ ഇംഗ്ലീഷ് മാസങ്ങളെ കുറിച്ചൊന്ന് പഠിച്ചു നോക്കൂ. അത് ഗ്രീക്കിലെ ഓരോ ദേവതകളുടെ പേരാണ്. അല്ലെങ്കിൽ ഗ്രീക്കിൽ നടന്നിരുന്ന പ്രധാനപ്പെട്ട ഫെബ്രുവരി എടുത്ത് പരിശോധിച്ചാൽ അന്ന് നടന്നിരുന്ന ഒരു ആഘോഷമുണ്ടായിരുന്നു. ശിർക്കുമായി ബന്ധപ്പെട്ട ഒരു ആഘോഷം, ദൈവങ്ങളുടെ പേരിൽ നടത്തപ്പെടുന്ന ആഘോഷം. ആ പേരിലാണ് ഫെബ്രുവരി ഉണ്ടായിട്ടുള്ളത്. ജനുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, അതൊക്കെ എടുത്ത് പരിശോധിച്ചാൽ നമുക്കറിയാം അതെല്ലാം ഗ്രീക്ക് ദേവതമാരുടെ അന്ധവിശ്വാസത്തിൽ നിന്നും ഉൾക്കൊണ്ട പേരുകളാണ്. പക്ഷെ അങ്ങനെ ആയി തീർന്നു. നമ്മളൊക്കെ ഏറ്റവും കൂടുതൽ ഇന്ന് നമ്മുടേതായ പാരമ്പര്യം മറന്നുകൊണ്ട് പലപ്പോഴും ഇതിനെയാണ് നമ്മൾ പലപ്പോഴും ആശ്രയിക്കുന്നതും. നമ്മൾ ന്യൂ ഇയറും ബർത്ത്ഡേയും ഒക്കെ ആഘോഷിക്കാൻ വേണ്ടി തയ്യാറാകുന്നതൊക്കെ ഇതാണ്. അത് സാന്ദർഭികമായി മാറി മറിഞ്ഞതാണ് മനസ്സിലാക്കുക. ഇവിടെ അള്ളാഹു പറഞ്ഞത് ഫലാ തളിമു ഫീഹിന്ന അൻഫുസകും, പവിത്രമായ മാസങ്ങളിൽ നിങ്ങൾ ഒരിക്കലും ദുൽമ് ചെയ്യരുതേ, ഒരു നിലക്കുള്ള ദുൽമും ചെയ്യരുത്. ആലോചിച്ച് നോക്കൂ. ഞാനത് കൂടുതൽ പറയാൻ സമയമില്ല. ഏറ്റവും കൂടുതൽ യുദ്ധങ്ങൾ നടന്നിട്ടുള്ളത് മതത്തിന്റെ പേരിലല്ല. 1-2 പോയിന്റ് മാത്രം പറയാൻ. ലോകത്ത് യുദ്ധങ്ങൾ നടന്നത് മതത്തിന്റെ പേരിലല്ല. യുദ്ധങ്ങളിൽ ഏറ്റവും കൂടുതൽ കൊല്ലപ്പെട്ടത്, ആളുകൾ കൊല്ലപ്പെട്ടതും മതത്തിന്റെ പേരിലല്ല, അത് രാഷ്ട്രീയത്തിന്റെ പേരിലാണ്. ഇന്നും പശ്ചിമേഷ്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധവും രാഷ്ട്രീയ പ്രേരിതങ്ങളാണ്. ചിലരൊക്കെ അതിന് മതത്തിന്റെ പരിവേഷം നൽകാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ ഇസ്ലാമിന്റെ കഠിന ശത്രുക്കളായ ജൂതന്മാരും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇറാനിൽ പ്രശ്നം ഉണ്ടായപ്പോ, അമേരിക്ക ഇടപെടാൻ തുടങ്ങിയപ്പോ
ഇസ്രായേലും ഇറാനും തമ്മിൽ പ്രശ്നം ഉണ്ടായപ്പോ 10-12 ദിവസം കൊണ്ട് നിർത്തിവെച്ചു. ചൊറിഞ്ഞാൽ മാന്തിയാൽ മുറിയാകുമെന്ന് ഭയന്നപ്പോ പിന്മാറേണ്ടി വന്നു. പക്ഷെ ഇന്നും ഗസയില് ഈ യുദ്ധം ഹറാമായ മാസത്തിലും യുദ്ധം എന്ന പേരിൽ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ രാജ്യത്തെ തന്നെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആരും അതിനെതിരെ ഒന്നും പ്രതികരിക്കുന്നില്ല. ഖുർആൻ പറയുന്നത് ളുൽമ ചെയ്യാൻ പാടില്ല. ധീരൻ പാവപ്പെട്ടവരോട് ളുൽമ ചെയ്താൽ പരലോകത്ത് ചെന്നാൽ കൊമ്പുള്ള ഒരാട് കൊമ്പില്ലാത്ത ഒരാടിനെ ദ്രോഹിച്ചിട്ടുണ്ടെങ്കിൽ ആ കൊമ്പില്ലാത്ത ആടിന് കൊമ്പ് കൊടുത്ത് പകരം ചോദിച്ചിട്ടില്ലാതെ അല്ലാഹു തആല പരലോകത്ത് വിടൂല. എന്നിട്ടേ അവനോട് കൂനു തുറാബ, നീ മണ്ണാകണമെന്ന് പറയുള്ളൂ എന്നാണ്. അതുകൊണ്ട് ധിക്കാരികളുടെ പതനം ലോകത്തുറപ്പാൻ. ഫിർഔൻ തകർന്ന ചരിത്രമുണ്ട്. ഹാറൂനിന്റെയും അതുപോലെ തന്നെ ഹാമാനിന്റെയും ഖാറൂനിന്റെയും ഒക്കെ ചരിത്രമുണ്ട് നമ്മുടെ കയ്യിൽ. അവരൊക്കെ തകർന്ന ചരിത്രമുണ്ട്. ചിലപ്പോ ആ തകർച്ച കാണാൻ നമുക്കൊന്നും ഭാഗ്യമുണ്ടായി എന്ന് വരില്ല എന്ന് മാത്രം. എന്തായാലും ഖുർആൻ പറഞ്ഞിട്ടുണ്ട് ആ തകർച്ച ഉണ്ടാകും. കാരണം ളുൽമിന്റെ അന്ത്യം അതാണ്. ആരെയും ആക്രമിക്കാൻ പാടില്ല. നിനക്ക് കഴിവുണ്ട് എന്ന് കരുതിയിട്ട്, അല്പം ശേഷിയും ശേംഷിയും ആയുധ ബലവും ഉണ്ട് എന്ന് കരുതിയിട്ട് ഒരാളെയും ദ്രോഹിക്കാൻ പാടില്ല. ളുൽമ ചെയ്താൽ, അക്രമം ചെയ്താൽ ഖേദിക്കേണ്ടി വരും. ഏറ്റവും വലിയ അക്രമം പടച്ചതമ്പുരാനോട് ചെയ്യുന്ന അക്രമമാണ്. ഇന്ന ശിർക ലളുൽമുൻ അളീം. ക്രമം ഉണ്ട്, ലോകത്തിന് ക്രമമുണ്ട്, ആളുകൾക്ക് ക്രമമുണ്ട്, നടത്തത്തിന് ക്രമമുണ്ട്, ശ്വാസോച്ഛ്വാസത്തിന് ക്രമമുണ്ട്, സംസാരത്തിന് ക്രമമുണ്ട്, കൾച്ചറുകൾക്ക് ക്രമമുണ്ട്. തലയിലിടുന്ന തൊപ്പി കാലുകൊണ്ട് ചവിട്ടിയാൽ അക്രമമാണ്. കാലിലുള്ള ചെരുപ്പ് കയ്യിൽ പിടിച്ചാൽ അക്രമമാണ്. ഇതാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന അക്രമം. അതുകൊണ്ട് ഫലാത്തുദലിം ആലോചിച്ച് നോക്കൂ. പവിത്രമായ മാസങ്ങളിൽ നിങ്ങൾ നന്നായി നോമ്പ് നോൽക്കണമെന്നല്ല, കുറെ നിസ്കരിക്കണമെന്നല്ല, കാശ് കൊടുക്കണമെന്നല്ല. അവിടെ പറഞ്ഞ് ഫലാത്തുദലിമു ഫീ അൻഫുസകും. ഇതിനൊക്കെ മനസ്സിലാക്കുന്ന ഒരു കാര്യം, യമനിലേക്ക് തൗഹീദിനെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കാൻ ഒരുപാട് ഉപദേശിച്ചു. നിസ്കാരം പറയണം, നോമ്പ് പറയണം, ഒക്കെ പറഞ്ഞിട്ട് അവസാനം പറഞ്ഞ ഉപദേശം ഇത്തഖി ദഅവത്തുൽ മദ്ലൂം. ആക്രമിക്കപ്പെട്ടവന്റെ പ്രാർത്ഥന നീ പേടിക്കണട്ടോ എന്നാണ്. മർദ്ദിതരുടെ പ്രാർത്ഥന പേടിക്കണം. ഫഇന്നഹു ലൈസ ബൈനഹു വബൈനല്ലാഹി ഹിജാബ്. അവന്റെയും അല്ലാഹുവിന്റെ ഇടയിൽ മറയില്ല. അല്ലാഹ് നേർക്ക് നേരെ കേൾക്കും. സാവകാശം വേണം. മർദ്ദിതൻ ഏത് രൂപത്തിലാണെങ്കിലും മർദ്ദിതൻ. ആലോചിക്കൂ, യമനിലേക്ക് പറഞ്ഞേക്കുമ്പോ യമനിൽ ഒരൊറ്റ മുഅ്മിനുമില്ല, ഒരൊറ്റ മുസ്ലിമുമില്ല. അവിടെ ഉള്ളത് ആരാണ്? മുസ്ലിങ്ങളല്ല, അന്യരാണ്, അമുസ്ലിങ്ങളാണ്. ഒരാൾ പോലുമില്ല. അവിടെ ദഅവത്തിന് പറഞ്ഞേക്കാൻ. എന്നിട്ടാ പറയേണ്ടത് ഇത്തഖി ദഅവത്തുൽ മദ്ലൂം. അക്രമിയുടെ പ്രാർത്ഥന സൂക്ഷിക്കണം. അപ്പൊ മുസ്ലിങ്ങളായിക്കൊള്ളണമെന്നില്ല. മർദ്ദിതരായ ആരാണെങ്കിലും മർദ്ദിതർക്ക് അല്ലാഹുവിന്റെ സഹായം ഉണ്ടാകും. അവർക്കിടയിൽ മറയില്ല എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒരു നിലക്കുള്ള ളുൽമു അത് എങ്ങനെയാണ് ശരി. അയലോക്കക്കാരനെ ദ്രോഹിക്കാൻ പാടില്ല, സ്വന്തം മക്കളെ, അങ്ങനെയൊക്കെ ആളുകൾ ഒരുപാടുണ്ട്. ഭാര്യനെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യന്മാര്, കുട്ടികളെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യന്മാര്, ഭർത്താക്കന്മാരെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്ന ഭാര്യമാര്, അയൽവാസികളെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്നത്, സാമൂഹ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആളുകളെ വേസ്റ്റ് അവിടെ കൊണ്ടുപോയിട്ടും ഇവിടെ കൊണ്ടുപോയിട്ടും. അതുപോലെ ഇലക്ട്രിസിറ്റിന്റെ മുകളിൽ പോകുന്ന പുതിയ തീരുമാനം എടുത്തിട്ടുണ്ട്. അവനാന്റെ ഉത്തരവാദിത്വത്തിൽ നേരാക്കുന്ന ഇലക്ട്രിസിറ്റിക്കാർ തീരുമാനം. ളുൽമാണ്. കറണ്ട് പോയാൽ കുറെ ദിവസം പോലെ ഇവന്റെ തെങ്ങും പട്ടിയും വീണാല്. അപ്പൊ ഇതൊക്കെ ഉണ്ട്, ഒക്കെ ളുൽമാണ്. നിങ്ങൾ ആലോചിച്ചാൽ മതി. ഏത് നിലക്കുള്ള ളുൽമുണ്ടെങ്കിലും, അത് ഏത് രംഗത്താണെങ്കിലും, എന്ത് അവിടെ ഈമാനും ഇസ്ലാമും ഒന്നല്ല, ളുൽമാണോ ചെയ്യുന്നത്. ചിലപ്പോ രാജ്യത്തിനെതിരായിരിക്കാം, ചിലപ്പോ നാട്ടിനെതിരായിരിക്കാം, ചിലപ്പോ ഉദ്യോഗസ്ഥന്മാർക്കെതിരായിരിക്കാം, ചിലപ്പോ സർക്കാർ ഓഫീസുകൾക്കെതിരായിരിക്കാം, ചിലപ്പോ സ്വന്തത്തിനെതിരായിരിക്കാം, അയൽവാസിക്കെതിരായിരിക്കാം, ഭാര്യമാർക്ക് കുട്ടികൾക്കെതിരായി. ഏത് ളുൽമാണെങ്കിലും ശരി, ഖേദിക്കേണ്ടി വരും. ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ മുഹറം മാസത്തിലൂടെ അള്ളാഹു നമ്മെ പഠിപ്പിക്കുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽമുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വസല്ലി വസല്ലിം അലാ ഖാതിമിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദു ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. ബഹുമാനരെ, മുഹറമാകുമ്പോൾ നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ ജില്ലക്കാർക്കൊക്കെ വലിയ പേടിയാണ്. അതൊരു നഹ്സിന്റെ മാസം കൂടിയാണ്.
ഞാൻ നേരത്തെ പറഞ്ഞ പഞ്ചാംഗം എന്ന സാധനമുണ്ട്, പഴയ കാലത്ത് അത് ഇല്ലാതെ കൂടാതെ കഴിയില്ല. അങ്ങനെ ഒരു നെഹസ് ഇല്ലാന്നും മനസ്സിലാക്കി. ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് ഓഡിറ്റോറിയം ഒക്കെ ഫ്രീ ആണ്, കല്യാണം നടത്തുന്നില്ല. വിശ്വാസം ഇല്ല എന്നൊക്കെ പറഞ്ഞവൾക്കും ഒരു പേടിയാണ്, അന്ന് നടത്തിയാൽ എന്തെങ്കിലും സംഭവിക്കുമെന്ന്. ഓഡിറ്റോറിയം ഒക്കെ ഒഴിഞ്ഞെടുക്കാണ്, എന്തിനും വേണേ കിട്ടും, കുറഞ്ഞ വിലക്ക് കിട്ടും. വീടിരിക്കൂല, കല്യാണം കഴിക്കൂല, നല്ല കാര്യങ്ങളൊന്നും തുടങ്ങൂല. അതൊക്കെ ജൂതായിസമാണ്. ജൂതന്മാരിനേക്കാൾ കൂടുതൽ ഒരു ഭാഗം ഷിയാക്കളാണ് ഇതൊക്കെ പഠിപ്പിച്ചിട്ടുള്ളത്. മുഹറത്തില് 61 നൂറ്റാണ്ടിൽ കാലഘട്ടത്തില് ഹുസൈൻ റളിയല്ലാഹു അൻഹു കർബലയിൽ വെച്ച് കൊല്ലപ്പെടുകയാണ്. നേതാവാണ് ഷിയാക്കൾ. അത് വെച്ച് ആ 10 വരെ നെഹസാക്കി പ്രഖ്യാപിച്ചതാണ്. നമ്മളും ഇന്ന് കൊണ്ടെടുക്കും. പഞ്ചാംഗെടുത്തൊക്കെ എന്നും നെഹസ, വലിയൊരുനാളും നെഹസാണ്, 27 അന്നും നെഹസാണ്, അതിലാകെ നെഹസാണ്. അത് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ വന്നു എന്ന് മാത്രം, പഴയ കാലത്ത്. അതുകൊണ്ട് അങ്ങനൊന്നില്ല. നെഹ്സ് എന്നത് പൊതുവല്ല. ചൊവ്വാഴ്ച നെഹ്സ്, ഒടുക്കത്തെ ബുധൻ നെഹ്സ്, പുറത്തിറങ്ങി പോകുമ്പോ പിന്നുന്ന ആരെങ്കിലും വിളിച്ചാ നെഹ്സ്, കുറ്റിച്ചൂല് കണ്ടാ നെഹ്സ്, കാലിക്കുളം കണ്ടാ നെഹ്സ്, കുറ്റിച്ചൂലാന്റെ ഒച്ച കേട്ടാ നെഹ്സ്. ആകെ കൂടി മനുഷ്യന്മാരിങ്ങനെ പേടിച്ച് ഒന്നുമില്ല. ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ പറയേണ്ടതാ കുല്ലൻ യുസീബന ഇല്ലാ മാ കതബല്ലാഹു ലനാ. അത് പറഞ്ഞിറങ്ങിയാൽ മതി. അള്ളാഹ് വിചാരിച്ചതൊക്കെ സംഭവിക്കും. അള്ളാഹ് വിചാരിച്ചതൊക്കെ സംഭവിക്കും, അത്രേ ഉള്ളൂ. കുല്ലൻ യുസീബന ഇല്ലാ മാ കതബല്ലാഹു ലനാ. നമുക്ക് എന്ത് സംഭവിച്ചാലും അത് അള്ളാഹ് നിശ്ചയിച്ചതാ. അത് ആദ്യം നിശ്ചയിച്ചു കഴിഞ്ഞു. നമ്മൾ പേടിച്ചിട്ട് കാര്യമല്ല, സംഭവിക്കണമൊക്കെ അതേപോലെ സംഭവിക്കും. ഓഹോ മൗലാന, അവനാണ് നേതാവ്. വഅലല്ലാഹി ഫലതവക്കൽ മുഅ്മിനൂൻ. മുഅ്മിനീങ്ങളാണോ അള്ളാഹുവിൽ തവക്കുലാക്കട്ടെ. പിന്നെ ഖുർആൻ പറഞ്ഞിട്ടുണ്ട് യൗമിൻ നഹ്സാത്ത്, നഹ്സ് പിടിച്ച ദിവസങ്ങളിലൊക്കെ പറഞ്ഞത് അത് ആപേക്ഷികമാണ്. ഒരാൾക്ക് എനിക്കുന്ന എന്തെങ്കിലുമൊക്കെ പ്രയാസം ഉണ്ടെങ്കിൽ അത് ഇന്റെ നെഹസാണ്, എല്ലാവരും പാടെ നെഹസല്ല. അങ്ങനെ ഉണ്ടാവുമല്ലോ. ചില സമയത്ത് വേണ്ട സമയത്ത് ബസ് കിട്ടൂല, വേണ്ട സമയത്ത് ഒരുങ്ങിയിട്ടുണ്ടാവില്ല, വേണ്ട സമയത്ത് ബസ്. അതൊക്കെ നമുക്കൊരു നെഹസ്, അതൊരു സാങ്കേതിക പ്രയോഗം മാത്രമാണ്, ഒരർത്ഥം മാത്രമാണ്, ഒരു ശുഭലക്ഷണം എന്ന പ്രയോഗം. അത് പറഞ്ഞു വിചാരിച്ചിട്ട് ഹൂദ് നബി അലൈഹി സ്വലാമിനെ ഖൗമിനെ നശിപ്പിച്ചപ്പോ അയ്യാമിൻ നഹ്സാത്ത്, നഹ്സ് പിടിച്ച ദിവസങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ തഫ്സീറിൽ കാണാം. ഹൂദ് നബിക്കും ഇവർക്കൊക്കെ അന്ന് ഖൈറുള്ള ദിവസം, നിഅമത്തുള്ള ബർക്കത്തുള്ള ദിവസം. ശത്രുക്കൾക്കായിരുന്നു അന്ന് നഹ്സ് ഉണ്ടായിരുന്നതെന്ന്. അപ്പൊ അത് ആപേക്ഷികമാണ്, ഒരു സാങ്കേതിക പ്രയോഗമാണ്. അങ്ങനെ ഒരു തീരുമാനമല്ല. അപ്പൊ അഞ്ചാംഗം വെച്ച് കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയാൽ തന്നെ പൗതി നമ്മൾ രക്ഷപ്പെടും. അതുകൊണ്ട് അതൊക്കെ ഒരു കലണ്ടർ നോക്കാനുള്ള ഉപാധി എന്നല്ലാതെ ഒന്നും വിശ്വാസപരമായിട്ട് കൊണ്ടുവരേണ്ടതില്ല. മുഹറം 10 നോമ്പാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. പറ്റുമെങ്കിൽ മുഹറം 10-നും 11-നും 9-നും 10-നും നോൽക്കുക. 2 ദിവസമെങ്കിലും. ജൂതന്മാര് 10-ന് നോൽക്കും, അവരോട് എതിരാകാൻ വേണ്ടിയിട്ടാണ് റസൂല് പറഞ്ഞത്. കഴിയെങ്കിൽ 9-നും കൂടി നോൽക്കും നബി പറഞ്ഞിട്ട്, നബി നോറ്റിട്ടില്ല. കഴിയെങ്കിൽ 9-നും 10-നും നോൽക്കുക. ഇനി അത് കഴിയുമ്പോൾ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് ജൂതന്മാരോട് എതിരാവാൻ 10-നും 11-നും നോറ്റാലും മതി. ഏതായാലും മുഹറം നോമ്പാണ് നമുക്ക് അള്ളാഹു നിശ്ചയിച്ചു തന്നിട്ടുള്ളത്. ഷെഹറുല്ല എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. റമളാൻ നോമ്പ് നിർബന്ധമാണ്. എന്റെ മുമ്പ് നിർബന്ധമായിരുന്ന നോമ്പും കൂടിയായിരുന്നു മുഹറം മാസത്തിലെ നോമ്പ്. അതും കൂടി നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഇന്ന് നമ്മുടെ പള്ളിയിലേക്ക് വേണ്ടിയുള്ള കലക്ഷൻ സ്വീകരിക്കുന്നു. എല്ലാവരും പരമാവധി അതിൽ സഹകരിക്കണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി ഖാദിൽ ഹാജാത്ത് റബ്ബനാ ളലംനാ അൻഫുസനാ വ ഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകുന്ന മിനൽ ഖാസിരീൻ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ وذرياتنا قرة أعين واجعلنا للمتقين إماما اللهم ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم.